മുല്ലപ്പെരിയാർ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന അണക്കെട്ടുകളിൽ ഒന്നാണ്. എന്നാൽ ഈ ഡാമിന്റെ ചരിത്രവും ഒരിക്കൽ ഇത് തകരുകയാണെങ്കിൽ എന്ത് സംഭവിക്കുമെന്നതും പലർക്കും പൂർണ്ണമായി അറിയില്ല. ഇടുക്കി ജില്ലയിൽ മുല്ലയാർ നദിയിലാണ് മുല്ലപ്പെരിയാർ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത്. ബ്രിട്ടീഷ് എഞ്ചിനീയറായ ജോൺ പെന്നിക്യൂഗിന്റെ നേതൃത്വത്തിൽ 1887 നിർമ്മാണം ആരംഭിച്ച ഈ അണക്കെട്ട് 1895 പൂർത്തിയായത്. സിമന്റിന് പകരം അന്നത്തെ കാലത്ത് ഉപയോഗിച്ചിരുന്ന ചുണ്ണാമ്പ്, മണൽ, സുർക്കി എന്നിവ ചേർത്ത മിശ്രിതം ഉപയോഗിച്ചാണ് ഇത് നിർമ്മിച്ചത്. 1886 തിരുവിതാംകൂറും മദ്രാസ് സർക്കാരും തമ്മിൽ വെള്ളം ഉപയോഗിക്കുന്നതിനുള്ള കരാർ ഒപ്പുവെച്ചിരുന്നു. പിന്നീട് കേരളം രൂപം കൊണ്ടതിന് ശേഷം 1970 ആ കരാർ പുതുക്കുകയും ചെയ്തു. ഇനി ഒരു കാര്യം ചിന്തിച്ചു നോക്കൂ, ഒരിക്കൽ ഈ അണക്കെട്ട് തകരുകയാണ് എങ്കിൽ ഒഴുകി വരുന്നത് വെള്ളം മാത്രമായിരിക്കുമോ? പതിറ്റാണ്ടുകളായി അടിഞ്ഞുകൂടിയ ചെളി, പാറക്കല്ലുകൾ, മരങ്ങൾ തുടങ്ങി വഴിയിലുള്ള എല്ലാം അതിനൊപ്പം താഴേക്ക് കുതിച്ചെത്താൻ സാധ്യതയുണ്ട്. മുല്ലപ്പെരിയാർ ഒരു മെസൻട്രി ഡാമാണ്, അതായത് വലിയ കല്ലുകൾ അടുക്കിയുണ്ടാക്കിയ നിർമ്മിതിയാണിത്. അത്തരമൊരു ഘടന തകരുകയാണെങ്കിൽ അതിലെ നിർമ്മാണ വസ്തുക്കളും ശക്തമായ ജലപ്രവാഹത്തോടൊപ്പം താഴേക്ക് നീങ്ങാം. അതിനാൽ ഇത് വെറും വെള്ളപ്പൊക്കം എന്നതിലുപരി വലിയ തോതിലുള്ള അവശിഷ്ട പ്രവാഹമായി മാറാനുള്ള സാധ്യതയുണ്ടെന്നാണ് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത്. അതുകൊണ്ട് തന്നെ മുല്ലപ്പെരിയാർ വിഷയം ഒരു രാഷ്ട്രീയ ചർച്ച മാത്രമല്ല, രാഷ്ട്രീയ പഠനങ്ങളും സുരക്ഷാ വിലയിരുത്തലുകളും ആവശ്യമായ വിഷയമാണ്. ഈ വിഷയത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമന്റ് ചെയ്യുക. ഇടുക്കി അണക്കെട്ട് തകർന്നാൽ കോട്ടയത്തെ ഭാഗികമായി മാത്രമേ ബാധിക്കൂ. പക്ഷേ നിങ്ങൾ ഈ കാണുന്ന ഭാഗമാണ് മദാമക്കുളം ഹിൽ ടോപ്പിലെ ഇരുൾപൊട്ടലുണ്ടായ സ്ഥലം. ഇവിടെ നിന്നാണ് മണിമലയാർ ഉത്ഭവിക്കുന്നത്. മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ വെള്ളം അണക്കെട്ടിന്റെ 47 കിലോമീറ്റർ അകലെയുള്ള മണിമലയാറ്റിൽ എത്തിയാൽ ഇളങ്കാട്, ഏന്തയാർ വഴി കുട്ടിക്കൽ എന്ന പ്രദേശത്തെത്തുന്നു. ഇവിടുത്തെ ജനസംഖ്യ ഏകദേശം 12,000-ലധികമാണ്. തുടർന്ന് മുൻപോട്ടൊഴുകുന്ന വെള്ളം ഏകദേശം 25,000 ജനസംഖ്യയുള്ള ഉണ്ടക്കയത്തെത്തുന്നു. അവിടെ നിന്ന് മുൻപോട്ടൊഴുകുന്ന വെള്ളം കൊരട്ടി വഴി ഏകദേശം 44,000 ജനസംഖ്യയുള്ള എരുമേലിയിലെത്തുന്നു. തുടർന്ന് വിഴിക്കത്തോട്, ചേനപ്പാടി, ചെറുവള്ളി വഴി ഏകദേശം 26,000 ജനസംഖ്യയുള്ള മണിമലയിലെത്തുന്നു. തുടർന്ന് വെള്ളാവൂർ, താഴത്തുവടകര, വായ്പൂർ വഴി ഏകദേശം 1,35,000 ജനസംഖ്യയുള്ള മല്ലപ്പള്ളിയിലെത്തുന്നു. തുടർന്ന് തുരുതിക്കാട്, വെണ്ണിക്കുളം, ഇരവിപേരൂർ വഴി തിരുവല്ലയിലെത്തുന്നു. ഏകദേശം 2,95,000 ഇവിടുത്തെ ജനസംഖ്യ. തുടർന്ന് മുൻപോട്ടൊഴുകുന്ന വെള്ളം നെടുമ്പുറം, ചക്കുളത്തകാവ്, കിടങ്ങറ, കുട്ടനാട്, രാമങ്കിരി, പുന്നക്കുന്നം, മങ്കമ്പ്, ചേന്നങ്കിരി, കൈനഗിരി വഴി വേമ്പനാട് കായലിൽ പതിക്കുന്നു. അവിടെ നിന്ന് അറബിക്കടലിൽ. ഒരു ഗുഡ് ന്യൂസ് ഉണ്ട്. എന്തായി സാർ? ഇപ്പൊ വരുന്ന ഫാദർ പറയുന്നത് നമ്മള് കടലിലെ മക്കളെന്നാണ് വേർതിരിച്ചാണ്. നമ്മുടെ എല്ലാരും ഒരു മക്കളാണ്. സർക്കാരിന് പോലും ഒന്നും ചെയ്യാൻ മേലാത്ത അവസ്ഥയിൽ നമ്മൾ എന്ത് ചെയ്യാനാ? അച്ചോ, ഈ കര നിറഞ്ഞു പൊങ്ങി വരുന്ന സാധനം വെള്ളം തന്നെ ആണല്ലോ. നമ്മൾ ദിവസവും കാണുന്ന കടലിലെ വെള്ളത്തിനൊക്കെ വലിയ വെള്ളമൊന്നും അല്ലോ. തീർത്തും അപ്രതീക്ഷിതമായ സംഭവങ്ങളാണ് ഇവിടെ അരകേറിക്കൊണ്ടിരിക്കുന്നത്. രക്ഷാപ്രവർത്തനം മത്സ്യത്തൊഴിലാളികൾ ഏറ്റെടുത്തതായിട്ടാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. സർക്കാർ ബോട്ടുകളൊന്നും ശക്തമായ ഒഴുക്കിനെ ഭേദിക്കാൻ പ്രാപ്തിയുള്ളതല്ല. ഉള്ള ഗതികളെ കുറിച്ച് പറയൂ സാർ. നേവി ട്രൈ ചെയ്ത് നോക്കിയാലോ? നേവിയും മിലിറ്ററിയും ഒക്കെ നാളെ കൂടെ സജീവമാവും. ഇന്നത്തെ രാത്രി അത് തള്ളി നീക്കട്ടെ. എന്താ മാത്തച്ച, ക്യാമ്പിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? നാട് മുഴുവൻ വെള്ളത്തിൽ മുങ്ങുന്നതിന് വലിയ കുഴപ്പമുണ്ടോ? സർക്കാരിന് പോലും ഒന്നും ചെയ്യാൻ മേലാത്ത അവസ്ഥയിൽ നമ്മൾ എന്ത് ചെയ്യാനാ? അച്ചോ, ഈ കര നിറഞ്ഞു പൊങ്ങി വരുന്ന സാധനം വെള്ളം തന്നെ ആണല്ലോ. നമ്മൾ ദിവസവും കാണുന്ന കടലിലെ വെള്ളത്തിനൊക്കെ വലിയ വെള്ളമൊന്നും അല്ലോ. കേരളം മൊത്തം വെള്ളത്തിൽ മുങ്ങിയപ്പോ എന്ത് ചെയ്യണമെന്നറിയാതെ പേടിച്ചു നിന്ന ആയിരക്കണക്കിന് ജനങ്ങളെ രക്ഷിച്ചത് നല്ല കരളുറപ്പുള്ള കടലിന്റെ മക്കളായ ഞങ്ങളാ. അല്ലാതെ ജെട്ടി പുറത്തു കിടക്കണ സൂപ്പർമാൻ അല്ല. മക്കളെ, ഇപ്പോഴത്തെ അവസ്ഥകളെല്ലാം അറിയാലോ. വെള്ളപ്പൊക്കവും കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. കടലിന്റെ മക്കളായ നമ്മളുണ്ട്. നിങ്ങൾക്ക് എന്ത് ആവശ്യത്തിനും നിങ്ങൾക്ക് വേണ്ടി മരിക്കാൻ നമ്മൾ റെഡിയാ. നമ്മളെ സ്ഥാപനങ്ങളും കാര്യങ്ങളും എല്ലാം ഉണ്ട്. നമ്മളെ കോണ്ടാക്ട് ചെയ്യാം. ഏത് നാട്ടിലായാലും നമ്മൾ അവിടെ വന്നു ചേരും. വിളിക്കാൻ മറക്കണ്ട, ഫോൺ നമ്പർ ഇതാ. എത്ര പെട്ടെന്നാണല്ലേ നമ്മുടെ നാടിന് ഓരോ മാറ്റങ്ങൾ സംഭവിച്ചത്. സ്വന്തം വീട് നഷ്ടപ്പെട്ട ആളുകളുടെ ഓരോ വാക്കുകൾ കേൾക്കുമ്പോഴല്ലോ സത്യത്തിൽ ഭയങ്കര സങ്കടമുണ്ടാ. പ്രളയത്തിന് ശേഷം കേരളം കണ്ട ഏറ്റവും വലിയ ദുരന്തമാണ് ഇന്ന് കേരളത്തിലെ ഓരോ സ്ഥലത്തും ജനങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് കാസർഗോഡ്, ഈരാറ്റുപേട്ട, മലപ്പുറത്തൊക്കെ ഉണ്ടല്ലോ ഒരുപാട് വീടുകളും സ്ഥാപനങ്ങളും കടകളൊക്കെ ഇന്ന് വെള്ളത്തിന്റെ അടിയിലാണ്.
ഇവരൊക്കെ ഇനി ആരോട് പോയിട്ട് എന്ത് സഹായം ചോദിക്കാനാണ്? സ്വന്തം കിടപ്പാട നഷ്ടപ്പെട്ട ആളുകൾ പല പല ക്യാമ്പുകളിലും പല സ്ഥലങ്ങളിലും അഭയാർത്ഥികളായിട്ട് പോകുമ്പോഴുള്ള ഒരു മാനസികാവസ്ഥ ഉണ്ടല്ലോ, അത് അനുഭവിച്ചവർക്ക് അതിന്റെ വേദന എന്താണെന്ന് മനസ്സിലാവുന്നു. നമ്മളെ കൊണ്ടൊക്കെ എന്ത് ചെയ്യാൻ പറ്റും ഈ സമയത്ത്? മൂന്നാറ് ഭാഗത്തൊന്നും പ്രത്യേകിച്ച് ആരും ഈ സമയത്ത് ടൂറൊന്നും പോവാതിരിക്കെ മൂന്നാറ്, കമ്പം, തേനി ഭാഗങ്ങളിലൊക്കെ നല്ല രീതിയിൽ വെള്ളപ്പൊക്കം ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ആ സ്ഥലങ്ങളിലൊക്കെ യാത്ര ചെയ്യുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കണം. കേരളത്തിന്റെ പല ഭാഗത്തും ഇന്ന് വെള്ളത്തിന്റെ പ്രശ്നങ്ങൾ പല രീതിയിൽ അനുഭവിക്കുന്നുണ്ട്. എന്താ നമ്മൾ ചെയ്യുക? നമ്മളെ കൊണ്ട് പ്രാർത്ഥിക്കാനല്ലാതെ വേറെ എന്താ നമുക്ക് ചെയ്യാൻ പറ്റുക? തീ, മഴ, കാറ്റ്, ഈ 3 സംഭവങ്ങൾ ജനങ്ങളെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. മനുഷ്യന്മാരെ കൊണ്ട് തടഞ്ഞാൽ നിൽക്കൂല. അതൊക്കെ പ്രകൃതിയിൽ നിന്നുള്ള ഓരോ ദുരന്തങ്ങളാണ്. അതിനൊക്കെ നമുക്ക് ദുആ ചെയ്യാന്നല്ലാതെ വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് എല്ലാ ആളുകളും ഇന്ന് കേരളത്തിന് വേണ്ടിയിട്ടും കേരളത്തിലെ ഇന്നീ അവസ്ഥകൾ അനുഭവിക്കുന്ന എല്ലാ ജനങ്ങൾക്കും വേണ്ടിയിട്ടും നിങ്ങൾ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കണം. ഇനി ഒരു ദുരന്തം കേരളത്തിന് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കണം. മഴ പ്രകൃതിയുടെ അനുഗ്രഹം. പക്ഷെ ചിലപ്പോൾ അതേ മഴ ജീവന് വെല്ലുവിളിയാകാം. കേരളം ഇതിനു മുമ്പ് മഴ മൂലം ഒരുപാട് ദുരന്തങ്ങളും വേദനകളും കണ്ട നാടാണ്. ഒരു യാത്ര മാറ്റിവെക്കുന്നത് ചിലപ്പോൾ ഒരു ജീവൻ രക്ഷിക്കുന്ന തീരുമാനമാകാം. ഒരു ചെറിയ ജാഗ്രത ഒരു വലിയ ദുരന്തം ഒഴിവാക്കാം. ജാഗ്രത പാലിക്കൂ. അത്യാവശ്യമല്ലെങ്കിൽ യാത്രകൾ ഒഴിവാക്കൂ. കാലാവസ്ഥാ മുന്നറിയിപ്പുകൾ ശ്രദ്ധിക്കൂ. സുരക്ഷിതരായിരിക്കൂ. നിങ്ങൾ ഇത്രയും സർവൈവ് ചെയ്ത് വന്നില്ലേ, സോ ഡോണ്ട് ഗിവ് അപ്പ്. നിന്നെ തകർക്കുമെന്ന് തോന്നിയ ദിവസങ്ങളെല്ലാം നമ്മൾ കടന്നു വന്നില്ലേ? ലൈഫിൽ ഒത്തിരി ബാറ്റിൽസ് നമ്മൾ എല്ലാവരും ഫേസ് ചെയ്തിട്ടുണ്ടാവും. എന്നിട്ട് നമ്മൾ മുന്നോട്ട് പോകുന്നില്ലേ? then why should we quit? മനുഷ്യനാണ്, ലൈഫിൽ തകർച്ച ഉണ്ടാവും, സങ്കടങ്ങളുണ്ടാവും, പക്ഷെ ഒരിക്കലും വിട്ടുകൊടുക്കില്ലേ. ആകപ്പാട് ഒരൊറ്റ ലൈഫേ ഉള്ളൂ. അത് നിങ്ങൾ ആഗ്രഹിച്ച പോലെ ജീവിക്കാൻ ശ്രമിക്കും. ഈ ഒരു ടൈം we may feel heavy, it's okay, but just remember this is not the end. So for that, work hard and achieve it. നിന്നെ കൊണ്ട് അത് ചെയ്യാൻ കഴിയും. Just believe in you. മഴയൊക്കെ ഉണ്ടായിരുന്നു. പ്രാവശ്യം മഴയിലെ മഴ 51 വെള്ളപ്പൊക്കത്തിന് ശേഷം ഇത്രയും വീരശൂര പരാക്രമിയായിട്ടൊരു മഴയുണ്ടായി. ഇരിക്കായിരുന്നു. ഒരു 15 ദിവസമുള്ള സ്ഥിതിയൊക്കെ റോട്ടിലൊക്കെ വെള്ളം പറ്റി വളരെ. ഇപ്പം രക്ഷപ്പെട്ട് വെള്ളപ്പൊക്കമൊന്നും ഇപ്പം വേണ്ട ഗതികെട്ട് വരും. ഞാൻ നിൽക്കുന്ന ഈ പുളിങ്ങുന്ന പള്ളിയുടെ മുൻവശത്താണ്. പള്ളി തന്നെയാണ് 2 മോട്ടർ വെച്ചാൽ വെള്ളം അടിച്ചുകൊണ്ടിരിക്കുന്നത് പള്ളിക്കകത്ത് വെള്ളം കയറാതിരിക്കാൻ. ഈ ആറാണെങ്കിൽ ഇങ്ങനെ കവിഞ്ഞൊഴുകാണ്. ഒരു പാലമുണ്ട്. ഇന്നലെയാണ് JCB ഉണ്ടെന്ന് പഞ്ചായത്തിൻ്റെ നേതൃത്വം അവിടെ ഒരു ശവം വന്ന് അടിയുകയൊക്കെ ചെയ്താൽ. വളരെ ഒരു ദയനീയ സ്ഥിതിയാണ് കുട്ടനാട്ടുകാരുടെ. അതിപ്പോൾ നമ്മളിപ്പോൾ രാഷ്ട്രീയപരമായിട്ടൊന്നും പറയുന്നില്ല. ഞങ്ങളുടെ ഒരു ഗതികേട്ടിൽ നിന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്താനുള്ള ഒരു മാർഗം ആരെങ്കിലും പുതിയ ഭരണസമിതിയോ മുഖ്യമന്ത്രിയോ നമ്മുടെ MLA ആരാണേലും ചെയ്തു തന്ന വലിയ ഉപകാരമാണ്. ഞങ്ങളോടും ഞങ്ങളുടെ മക്കളോടും ചെയ്യുന്ന ഒരു ഉപകാരമെന്ന് പറയാനൊക്കത്തുള്ളൂ. ഞങ്ങളുടെ ഒരു ഗതികേട് ഞാൻ ലോകത്തിലെ ഒരു ഗ്രാമോ അല്ലെ ഒരു സ്ഥലമോ ഇല്ല ഇതുപോണൊക്കെ ഗതികെട്ട ഒരു സ്ഥലം. ഞങ്ങളുടെ പറമ്പിൽ ഒരു വാഴ വെക്കാനൊക്കത്തില്ല. എന്നാ പറയാനോ ഒന്നും വെക്കാനൊക്കത്തില്ല. ഈ ഭാഗത്തിന് അടി മാന്തിയിരിക്കാം. എല്ലാം ബുദ്ധിമുട്ടായിട്ട് കിടക്കുക. സാർ അത്യാവശ്യമായിട്ട് ഇവിടെ പുലിമുട്ടി ഈ കുറച്ച് ഭാഗമേ തന്നെ നമുക്ക് എക്സിക്യൂട്ടീവിനോട് പറഞ്ഞിട്ട് ആ പ്രപ്പോസലാക്കി മറ്റു തന്നെ വേണം നമ്മുടെ ടെട്രാ. ഇന്ന് തന്നെ ഞാനോട് സംസാരിക്കുന്നുണ്ട്. അവര് ഓൾറെഡി ചെയ്യാനുള്ളത് അതുകൊണ്ട് ഉള്ളതാണ്. നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം എടുത്ത് വെച്ചിട്ട് ഞാൻ തന്നെ ഫോളോ അപ്പ് ചെയ്താണ് വർക്ക്. സാറേ 10 ലക്ഷം കൊണ്ട് ഒന്നും ആവത്തില്ല. ഞാൻ പറയാം 10 വർഷം മുമ്പ് 5 വർഷം മുമ്പ് തീരുമാനിച്ചതല്ലേ. ഓരോ വർഷം ഞങ്ങൾ അല്ലാണ്ട് മാറത്തില്ല സാറേ. ഈ 10 ലക്ഷം കൊണ്ട് ഞങ്ങൾക്ക് ഒന്നും പറ്റത്തില്ല. വീടിന്റെ പണി ഒന്നും നടക്കത്തില്ല. കാര്യങ്ങൾ ഇന്നലെ പോയി
എന്താണ് പേര്? ഞാൻ ഈ നാടിന്റെ മുന്നിൽ എപ്പോഴും നിന്നിട്ടുണ്ട്. എല്ലാ ഘട്ടത്തിലും കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അത് ആ രീതിയിൽ തന്നെ പോവുകയും ചെയ്യും. ഈ കൈകൾ ശുദ്ധമാണ് പറയുന്നത് ശുദ്ധമായതുകൊണ്ടാണ്, വെറുതെ പറയുന്നതല്ല. ആരുടെയും മുന്നിൽ തലയുയർത്തിപ്പിടിച്ച് പറയാൻ പറ്റും. അത് പറയാനുള്ള കരുത്ത് ഈ നെഞ്ചിനുണ്ട്. അത് മനസ്സിലാക്കണം. സമരപഥങ്ങൾ കയറി ഒരാളിന്നു വരുന്നേ, കരുതലിനൊരു കാവലു പോലെ എരിയും സൂര്യൻ. കടമകളെ കരളു തുടിപ്പിൻ തുടികൊട്ടി ഉണർത്തി വിടർത്തി, കരുതലിനൊരു കാവലു പോലെ എരിയും സൂര്യൻ. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ രാഷ്ട്രീയം പറയാന്ന് നിങ്ങൾ ആരും വിചാരിക്കണ്ട. ഞാൻ കണ്ട കാര്യം ഉള്ളതുപോലെ പറയണം. പണ്ട് പുതുപ്പള്ളിയിൽ ഒരു മനുഷ്യനുണ്ടായിരുന്നു, ഒരു കറകളഞ്ഞ കോൺഗ്രസ്സുകാരൻ. അതാണ് ഉമ്മൻചാണ്ടി. അയാൾക്ക് ഒരു മോനുണ്ട്, ചാണ്ടി ഉമ്മൻ. ഇന്ന് ഫ്ലഡ് വന്നിട്ട് ഇന്ന് അയാൾ സാധാരണക്കാരനായിട്ട് ചാണ്ടി ഉമ്മൻ ചെയ്യുന്ന പ്രവർത്തനം പറഞ്ഞാൽ തീരില്ല. അത്ര നല്ലൊരു മനുഷ്യനാണ്, ചെറുപ്പക്കാരനാണ്. അയാൾ എന്ത് പേരിട്ട് വിളിക്കണം എന്നറിയില്ല. വെച്ചാല് അയാൾ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചലാണ്. എല്ലാ രാഷ്ട്രീയക്കാർക്കും വേണ്ട ഒരു കാര്യമാണ്. എല്ലാരും ഇത് കണ്ടും മനസ്സിലാക്കണം. അയാളെ പോലെ ആവണമെന്ന് ഞാൻ പറയില്ല. ശ്രമിക്കുക, ഇങ്ങനെയെങ്കിലും ആവാൻ ശ്രമിക്കണം. വെച്ചാല് അതാണ് ചാണ്ടി ഉമ്മൻ. ഒരു നല്ലൊരു പേഴ്സണാലിറ്റി, നല്ലൊരു മനുഷ്യൻ. ജനങ്ങൾക്ക് എന്താണ് വേണ്ടത്, എന്താണ് ചെയ്യേണ്ടതെന്ന് കൃത്യമായി അറിയാം. ഫൗസിയ ഓഡിറ്റോറിയത്തിലാണ് വെള്ളപ്പൊക്കം മൂലം തകരാറിലായ വീട്ടുപകരണങ്ങൾ SDPI വളണ്ടിയർമാരുടെ നേതൃത്വത്തിൽ സൗജന്യമായി റിപ്പയർ ചെയ്ത് കൊടുക്കപ്പെടുന്നുണ്ട്. ഫാൻ, ഫ്രിഡ്ജ്, മിക്സി, ഇൻവെർട്ടർ, വാഷിംഗ് മെഷീൻ എന്ന് വേണ്ട എല്ലാ സാധനങ്ങളും ഇവിടെ സൗജന്യമായിട്ട് റിപ്പയർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ധൈര്യമായിട്ടും നിങ്ങൾക്ക് ബന്ധപ്പെടാം. ഇത്തരം പണി അറിയാവുന്ന ആളുകളുണ്ടെങ്കിൽ അവരും കൂടെ ഒരു സർവീസായിട്ട് വന്ന് ഇവരുടെ ഒപ്പം ചേർന്നാൽ നമുക്ക് ഒരുമിച്ച് ഈ നാടിനെ കൈപിടിച്ചുയർത്താം. അങ്ങോട്ടല്ല സാറേ, അവനിക്കറിയാ അങ്ങാട്ടി എന്നാലേ അവന്റെ വായിച്ചെന്ന് വിടും. തിരിച്ചു നീന്തിയാ വല്ല സഹാറ മരുവിൽ പോയി രസപ്പെടാ. അല്ല ഫുള്ള് വെള്ളാണല്ലോ, ഇവിടെ എങ്ങനെ ജീവിക്കും? പെരിയാറിൽ ജലം നിറഞ്ഞാൽ ആലുവ തേവർക്ക് ആറാട്ടാണെന്ന് പറയാം. പ്രകൃതി പോലും ഈശ്വരനിൽ വലയം പ്രാപിക്കുന്ന അപൂർവമായ കാഴ്ചകളിലൊന്ന് ഈ സമയത്ത് ആലുവ വന്നാൽ കാണാൻ സാധിക്കും. ആലുവയുടെ ഹൃദയഭാഗത്ത് ഭക്തജനങ്ങൾക്ക് അനുഗ്രഹമായി നിൽക്കുന്ന ആലുവ ശിവക്ഷേത്രം പ്രകൃതിയോട് അത്ര കണ്ട് ഇണങ്ങി നിൽക്കുന്നൊരിടമാണ്. ഇവിടെ വന്ന് ഒരല്പനേരം ഇരുന്ന് ഇവിടുത്തെ സാന്നിധ്യത്തെ തിരിച്ചറിഞ്ഞ് പ്രാർത്ഥിച്ചാൽ മനസ്സിന് കിട്ടുന്ന സമാധാനവും സന്തോഷവും ഒന്ന് വേറെ തന്നെയാണ്. ആലുവ ശിവക്ഷേത്രത്തിന് സവിശേഷതകൾ ഏറെയാണ്. കുറെ കൂടെ നന്ദി കാണിക്കണ്ടേ സാർ നമ്മളവരോട്? ഞാനും നിങ്ങളും ഉൾപ്പെടെ ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും എല്ലാം തരുന്നത് അവരാണ്. നമ്മൾ താമസിക്കുന്ന വീട്, നമ്മൾ സഞ്ചരിക്കുന്ന വാഹനങ്ങൾ, നമ്മുടെ ഫ്രിഡ്ജ്, TV, നമ്മുടെ കഴിക്കുന്ന ഭക്ഷണം, ഇട്ടിരിക്കുന്ന വസ്ത്രങ്ങൾ, ഇതെല്ലാം തരുന്ന അവരാണ്. അവരാണ് യഥാർത്ഥത്തിൽ നമ്മളെ ഭരിക്കേണ്ടത്. നമ്മളെ കാണുമ്പോൾ അവരല്ല, അവരെ കാണുമ്പോൾ നമ്മളാണ് സാർ എഴുന്നേറ്റ് നിൽക്കേണ്ടത്. ജനങ്ങളെ ഭരിക്കാനല്ല സാർ ജനാധിപത്യ സർക്കാർ, ജനങ്ങൾക്ക് വേണ്ടി ഭരിക്കാൻ. നമസ്തേ. അപ്പൊ നമ്മുടെ ഇപ്പൊ പ്രളയം നടന്നുകൊണ്ടിരിക്കുന്നതാണ്. അപ്പൊ നമ്മുടെ എല്ലാവരും ഇപ്പൊ ഫീൽഡിലാണ്. ഞാനും ഫീൽഡിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴാണ് എനിക്കതൊരു വീഡിയോ ചെയ്യണമെന്ന് തോന്നി. ഞാൻ കുറച്ച് ദിവസം മുമ്പ് ചെയ്തിട്ടുണ്ടായി. അപ്പൊ നമ്മള് ആരും പാനിക് ആവാണ്ടിരിക്കുക, എല്ലാവരും നല്ല രീതിയിൽ പ്രൊട്ടക്ഷൻ ആയിട്ട് ഇരിക്കുക. ഇനി ഇൻ കേസ് എന്തെങ്കിലും വെള്ളം കയറിയാൽ തന്നെ നമ്മള് നമ്മുടെ നമ്പേഴ്സിലേക്ക് വിളിക്കുക. അവിടെ സുരക്ഷിത കേന്ദ്രങ്ങളിൽ അവർ നിങ്ങൾക്ക് ഫുഡും കാര്യങ്ങളൊക്കെ എത്തിച്ചു തരും. അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ബേസിക് ആയിട്ടുള്ള എല്ലാ നമ്പേഴ്സും അവൈലബിൾ ആണ്. അപ്പൊ അവര് ഏറ്റവും സെറ്റ് കാര്യങ്ങൾ ചെയ്തു തരും. അതേപോലെ നല്ല റെസ്ക്യൂ ടീമൊക്കെ നിങ്ങളെ വന്ന് എല്ലാവരെയും പ്രൊട്ടക്ട് ചെയ്യുന്നതാണ്. ധൈര്യമായിട്ടിരിക്കുക. നമ്മളെല്ലാവരും ഒരേ ഇത് അനുഭവിക്കുന്നവരാണ്. അതുകൊണ്ട് ഇപ്പൊ വരുന്ന ഈ ഒരു സിറ്റുവേഷൻ നമുക്ക് എല്ലാവർക്കും ഹാൻഡിൽ ചെയ്യാനും എല്ലാവരും പ്രൊട്ടക്ട് ചെയ്യാനും നമ്മുടെ ഗവൺമെന്റ് ഉണ്ട്. ഗവൺമെന്റിന്റെ എല്ലാ സംവിധാനങ്ങളും ഉണ്ട്.
നല്ല പവർഫുൾ ആയിട്ടുള്ള നേതാക്കന്മാരുണ്ട്. അത് ഇടത് വലത് പക്ഷമൊന്നുമല്ല, എല്ലാവരും ഉണ്ട്. അപ്പൊ എല്ലാവരും കൃത്യമായിട്ട് നല്ല ആക്റ്റീവായിട്ടുള്ള നമ്മുടെ കേരളം എന്ന് പറയുന്നത് നമ്മൾ പടുത്തുയർത്തിയ നമ്മുടെ ഒന്നാന്തരം കേരളമാണ്. അവിടെ നമ്മളെല്ലാവരും ഒരേ ജനങ്ങളാണ്, എല്ലാവരും സഹോദരന്മാരാണ്. ഓൾ ഇന്ത്യൻസ് ആർ മൈ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്. അങ്ങനെ ഞാൻ ഇതിലേക്കൊക്കെ കാര്യങ്ങൾ നമ്മളെല്ലാം കോർഡിനേഷൻ ചെയ്യാൻ ഞാൻ വിളിച്ചു ചോദിക്കേണ്ട പലരെയും കേസുകൾ ചോദിച്ചു. അപ്പൊ 2 ദിവസം മുമ്പ് ഒരു അമ്മൂമ്മ പറഞ്ഞ നമ്പറാണെന്ന് മനസ്സിലായി. അതും വിളിച്ചു ചോദിച്ചപ്പോ അത് നമ്പറാണ്, അമ്മൂമ്മേനെ കൊണ്ട് ആരും പറയിപ്പിച്ചതാണ്. അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ ഇതിൽ നടക്കുന്നുണ്ട്. അപ്പൊ ഫീൽഡിൽ നമ്മൾ ഇറങ്ങുമ്പോൾ ഓരോ പ്രശ്നങ്ങൾ നേരിടും. കാരണം ഹെവി ആയിട്ടുള്ള റെയിൻഫോൾസ് ആണ്, നമ്മൾ കൺട്രോൾ ചെയ്യാൻ പറ്റാവുന്ന കാര്യങ്ങളിൽ അപ്പുറമാണ്. ദൈവം എന്ന് പറഞ്ഞ ഒരാളുടെയും കൂടി സഹായത്തോടു കൂടിയാണ് നമ്മൾ ഇപ്പൊ എല്ലാവരും പ്രൊട്ടക്ഷനിലൊക്കെ ഇറങ്ങിയിരിക്കുന്നത്. എല്ലാവരും ദൈവം സഹായിക്കട്ടെ. 2012 പോലുള്ള വെള്ളപ്പൊക്കം വരാണ്ടിരിക്കട്ടെ. എല്ലാവർക്കും നല്ല സേഫ് ആയിട്ടിരിക്കാനായിട്ടും നല്ലൊരു ഇത് ദൈവം തരട്ടെ. കാരണം എന്ന് പറയുമ്പോൾ അത് പറയാനുള്ളൂ നമുക്ക്. കാരണം നമ്മളെല്ലാവരും അവസ്ഥ കണ്ടിട്ടുള്ളതാണ്, നമുക്കറിയാം. നിങ്ങളെല്ലാവരും നല്ല രീതിയിൽ ഇത് ചെയ്യുക, പ്രൊട്ടക്ട് ചെയ്യുക. നമ്മളെ രാജ്യം നിങ്ങളുടെ ഒപ്പം ഉണ്ട്, നമ്മുടെ സ്റ്റേറ്റ് ഉണ്ട്, എല്ലാവരും ഉണ്ട്. അപ്പൊ നമ്മളിപ്പോ ആസാം പോലെ തന്നെ നമ്മൾ കേരളത്തിൽ നല്ല രീതിയിൽ നമുക്ക് ഈ ഫ്ലഡ് എഫക്റ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് ഒക്കെ നമ്മൾ എന്തായാലും അതൊരു മാറ്റി ചിന്തിക്കേണ്ട കാര്യങ്ങളുണ്ട്. പിന്നെ ഇനിയെങ്കിലും ഒരു കാര്യം, എനിക്ക് പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുള്ളത്, നമ്മളൊരു വീട് പണിയേ അല്ലെങ്കിൽ ഒരു ഷോപ്പിംഗ് മാള് പണിയേ അല്ലെങ്കിൽ ഇനിയിപ്പോ നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ അതിന്റെ സൈഡിൽ കൂടെ തന്നെ ഒരു തോട് കൃത്യമായിട്ട് കാണെങ്കിലും നിർമ്മിച്ചിരിക്കണം. തോട് എന്ന് പറയാന്ന് പറഞ്ഞാൽ കാണായിട്ട് ഉപയോഗിക്കുക. കാണായിട്ട് ഇത് ചെയ്തിട്ട് ഇതൊക്കെ ലിങ്ക് ചെയ്യണ ഒരു സ്ഥലം കൃത്യമായിട്ട് പ്ലാൻഡ് ഔട്ട് ആയിട്ട് ഗവൺമെന്റ് ഇത് ചെയ്യുക. ഒരു ഫ്ലാറ്റിന് അനുവാദം കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന്റെ ചുറ്റും വെള്ളക്കെട്ടില്ലാത്ത രീതിയിൽ ഉള്ള ഒരു കവചിത വലയം തീർത്തിട്ട് വേണം അവര് തുടങ്ങാന്നുള്ളൊരു ഓപ്ഷൻ വെക്കുക. അങ്ങനെ വീടുകൾ പണിയുമ്പോഴും അതിന്റെ ചുറ്റുമുള്ള ഇതൊക്കെ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ ഗവൺമെന്റിന് അത്രയും ഫണ്ടുകൾ ലാഭിക്കാം. പിന്നെ ജനങ്ങൾക്ക് ഇഷ്ടംപോലെ മറ്റുള്ള രാജ്യങ്ങളിൽ ഇതിന്റെ പ്രാധാന്യം കൽപ്പിക്കുന്ന കുറെ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഈ നമ്മുടെ എത്രയും പെട്ടെന്ന് ഇങ്ങനെ ഫ്ലഡൊക്കെ വന്നു കഴിഞ്ഞാൽ പ്രൊട്ടക്ട് ചെയ്യാൻ. ഇപ്പൊ ജപ്പാനിലൊക്കെ അത് നല്ല രീതിയിൽ സക്സസ്ഫുൾ ആയിട്ട് നടത്തിയിട്ടുണ്ട്. ആ രീതിയിൽ തന്നെ നമുക്ക് ഇവിടെ സക്സസ്ഫുൾ ആയിട്ട് നടത്താൻ പറ്റും. സ്പീഡ് റെയിലും കാര്യങ്ങളൊന്നും അല്ല നമുക്കിപ്പോൾ വേണ്ടത്. നമുക്ക് വേണ്ടത് ഫ്ലഡ് പ്രൊട്ടക്റ്റഡ് ഇതാണ് വേണ്ടത്. അതിന് എല്ലാവരും നമ്മൾ കൃത്യമായിട്ട് പ്ലാൻ ചെയ്യാൻ മാത്രം പോരെ, ഗവൺമെന്റ് കൃത്യമായിട്ട് അതിന് ഹോംവർക്ക് ചെയ്യണം. അതിപ്പോ ഇടത് വലുതില്ലാണ്ട് ഇനി വന്നു കഴിഞ്ഞാൽ തന്നെ 5 വർഷം ഏത് പാർട്ടി വരച്ചാലും അവര് കൃത്യമായിട്ട് ഈ ഒരു ഫണ്ട് ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമ്മളുടെ ഈ പറഞ്ഞ സ്റ്റേറ്റിന് കൃത്യമായിട്ട് ഒരു പോസിബിലിറ്റി ആയിട്ട് നമുക്ക് എല്ലാം നേടിയെടുക്കാൻ കഴിയും. അപ്പൊ അതുകൊണ്ട് നമ്മൾ എത്രയും പെട്ടെന്ന് എല്ലാവരും ഇപ്പൊ ഈ ഇറങ്ങി നടന്ന് നമ്മൾ ഇത്രയും ജനങ്ങളെ പ്രൊട്ടക്ട് ചെയ്യുന്നതുകൊണ്ട് ഇങ്ങനത്തെ കുറെ കാര്യങ്ങൾ നമുക്ക് ചെയ്തു കഴിഞ്ഞാൽ ഇപ്പൊ ഏതെങ്കിലും ഒരു ഫണ്ട് വന്നു, ഏതെങ്കിലും വലിയ വിദേശ ടീം വന്നു, നമുക്ക് അതിൽ നിന്ന് അവരെ കൊണ്ട് ഇത് ചെയ്യിപ്പിക്കാൻ പറ്റും. ഇപ്പൊ ഒരു കടൽ ഭിത്തി, ഇപ്പൊ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യക്തികളാണ് നമ്മുടെ സഹോദരന്മാരായിട്ടുള്ള നമ്മുടെ മത്സ്യബന്ധന തൊഴിലാളികൾ. അവർക്ക് വേണ്ടി പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് അവിടെ ഒരു മതിൽ കെട്ടി കൊടുക്കാൻ പറ്റും. ഒരു അദാനി ഒരു പോർട്ടിന് വന്നു, അപ്പൊ ഒരു ചെല്ലാനോ അല്ലെങ്കിൽ ഏതെങ്കിലും സ്ഥലത്ത് കൂടുതലായിട്ടുള്ള ഇതുണ്ടെന്നുണ്ടെങ്കിൽ അതെടുക്കുക. എന്നിട്ട് അതെടുത്തിട്ട് അവിടേക്ക് ഈ പറഞ്ഞ കൂട്ട് ഒരു സംരക്ഷണ ഭിത്തിക്ക് കെട്ടിക്കൊടുക്കാൻ പറയാം. അപ്പൊ അവർക്ക് അത് കുഴപ്പമില്ല, ടാക്സ് റിലീഫ് ഫണ്ട് വേണം, അങ്ങനെ അവിടെ അത് കെട്ടിപ്പിക്കുക. അതേപോലെ തന്നെ നമ്മൾ ഓരോ ഫ്ലാറ്റ് പണിയുമ്പോൾ ഇപ്പൊ വലിയ ഫ്ലാറ്റ്സ് ഒക്കെ പണിയുമ്പോൾ അതിന്റെ ചുറ്റുമായിട്ട് വെള്ളം പോകാനായിട്ട് കൃത്യമായിട്ട് അതൊക്കെ പ്രൊട്ടക്റ്റബിൾ ആയിട്ട് ചെയ്യാൻ നോക്കുക. അതിനൊരു പ്രത്യേക നിയമം പാസ്സാക്കുക. അത് കംപ്ലീറ്റ് ഒരു പുഴയിലേക്ക് അല്ലെങ്കിൽ ഏതെങ്കിലേക്ക് അത് ചീത്ത വെള്ളം അല്ലട്ടാ, ഇങ്ങനെയുള്ള വെള്ളം നമുക്ക് നിൽക്കാണ്ടിരിക്കാൻ വേണ്ടി അങ്ങനെ അവരെ കൊണ്ട് ചെയ്യിപ്പിക്കാം. അങ്ങനെ കുറച്ച് കണക്ടിവിറ്റി ആകുമ്പോൾ തന്നെ ഈ പറഞ്ഞ കേരളം ഈ പറഞ്ഞ ഫ്ലഡിൽ നിന്ന് മുക്തമാവും. കാരണം ഇപ്പൊ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ചുറ്റും ഇപ്പം മതിലൊക്കെ കെട്ടി നമ്മൾ സംരക്ഷിക്കുകയാണ്. അപ്പൊ അതിന് ചുറ്റും ഒരു കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ഇപ്പൊ വെള്ളം പോകാനൊരു സ്ഥലമില്ല. വെള്ളം പോകുമ്പോൾ തന്നെ കൃത്യമായിട്ട് നമുക്കത് കൺട്രോൾ ചെയ്യാൻ പറ്റും. അത് കൃത്യമായിട്ട് ഒരു പോണ്ടിലേക്കാ എന്തിലേക്ക് കണക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഈ പറഞ്ഞ വെള്ളങ്ങൾ വന്നാൽ തന്നെ പെട്ടെന്ന് വെള്ളം ഇറങ്ങി പോവുകയും ചെയ്യും. അപ്പൊ അതേപോലെ തന്നെ നമ്മുടെ മുല്ലപ്പെരിയാർ എത്രയും പെട്ടെന്ന് പൊളിച്ച് പണിയാനായിട്ടുള്ള എല്ലാ പരിപാടിയും വിജയ് സാറ് ഉൾപ്പെടെ അല്ലെങ്കിൽ വിദേശ ഫണ്ട് ഉൾപ്പെടെ ചെയ്തുകൊണ്ട് വരുത്തിക്കൊണ്ട് നമ്മൾ ചെയ്യണം. ഇതിനൊക്കെ ഒരാളെ ഇനിഷ്യേറ്റീവ് എടുക്കാത്ത പോലെയാണ് കാണിക്കുന്നത്. പക്ഷെ അത് നടക്കില്ല. ഇനി മുല്ലപ്പെരിയാർ സമരങ്ങളൊക്കെ ഉയർന്നു വന്നാൽ അത് വളരെ പ്രശ്നം ചെയ്യും. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നമ്മൾ ഒരു വിദേശ ഫണ്ടുകളൊക്കെ വിദേശ ഇൻവെസ്റ്റേഴ്സിനൊക്കെ ഇത് ചെയ്തുകൊണ്ട് നമ്മൾ 2 സ്റ്റേറ്റ് ആണ്, അല്ലാണ്ട് നമ്മൾ 2 രാജ്യങ്ങളല്ല. ചൈനയും ഇന്ത്യയും പോലെ അല്ല, തമിഴ്നാടും കേരളം. തമിഴ്നാടുകാർക്ക് വെള്ളം കിട്ടിക്കോട്ടെ, അതിനെന്താ കുഴപ്പം, അവർക്ക് വെള്ളം കിട്ടിയാൽ പോരെ. അപ്പൊ അതുകൊണ്ട് അതൊക്കെ മാറ്റിയെടുത്തുകൊണ്ട് നമ്മുടെ ഫ്ലഡ് റിലീഫ് കേന്ദ്രങ്ങളും ഇതൊക്കെ തുടങ്ങണമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് എന്നും നമ്മുടെ മനസ്സിലുണ്ടാവും. നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മുടെ വിജയം.
subscribe channel and share.